ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലം 3-ാം ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന വചനഭാഗം യേശു ജെറുസലേം ദേവാലയത്തെ വിശദീകരിക്കുന്നതാണ്. സമാന്തര സുവിശേഷകർ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തിലാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ദേവാലയം അതിപ്രധാന ഇടമായിരുന്നു. കാരണം പൂർവ്വപിതാക്കന്മാരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങളിലൊന്നാണ് അവരുടെ ഇടയിലുള്ള അവിടുത്തെ സാന്നിധ്യം. മേഘസ്തംഭത്തിലും വാഗ്ദാന പേടകത്തിലും ഈ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു. പിന്നീട് കല്ലും മണ്ണും വിശിഷ്ട ലോഹങ്ങളും തടിയും കൊണ്ട് സോളമൻ രാജാവ് തീർത്ത ആലയത്തിൽ ദൈവ സാന്നിധ്യം സ്ഥിരപ്പെട്ടതായി അവർ വിശ്വസിച്ചു. ആണ്ടുതോറുമുള്ള ദേവാലയ സന്ദർശനവും ബലിയർപ്പണവും തങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള മാർഗമായി അവർ പരിഗണിച്ചു. യേശുവിൻ്റെ കാലത്ത് മഹാനായ ഹെറോദേസ് രാജാവ് പണിത ദേവാലയമായിരുന്നു നിലനിന്നത്. 4 ഭാഗങ്ങളുള്ള ദേവാലയത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗമായിരുന്നു കോർട്ട് ഓഫ് ജെൻറ്റൈൽസ് അഥവാ വിജാതിയരുടെ മണ്ഡപം. കയ്യഫാസ് പ്രധാന പുരോഹിതനായിരുന്ന സമയത്ത് വിജാതിയരുടെ മണ്ഡപത്തെ നാണയം കൈമാറ്റം ചെയ്യുന്ന ബലിമൃഗങ്ങളെ വിൽക്കുന്ന ഇടമാക്കി മാറ്റി. അങ്ങനെ ദേവാലയം ലാഭം ഉണ്ടാക്കുന്ന ഇടമായി മാറി. നാണയം കൈമാറ്റവും ബലിമൃഗങ്ങളുടെ വിൽപ്പനയും നിയമവിധേയമായിരുന്നു. കാരണം ദൈവകൽപ്പനയായിരുന്നു അരശെക്കേൽ വീതം കർത്താവിന് കാണിക്കയായി നൽകണം എന്നത്. റോമൻ ഭരണകാലത്ത് സാധാരണക്കാരൻ്റെ കയ്യിൽ റോമൻ നാണയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. കാരണം പുറപ്പാടിൻ്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം നൽകിയ കൽപ്പനയായിരുന്നു ഇത്. പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ ഷെക്കേൽ മാത്രമേ നൽകാവൂ. ഇത് പാലിക്കാൻ നാണയം കൈമാറ്റം ചെയ്തിരുന്നു. അതുപോലെ ബലിമൃഗങ്ങളെ കൊണ്ടുവരാൻ പ്രയാസമായിരുന്നു. ആയതിനാൽ വാങ്ങാനുള്ള സൗകര്യം ദേവാലയത്തിൽ ഒരുക്കിയിരുന്നു. നാണയം കൈമാറ്റം ചെയ്തതുകൊണ്ടോ ബലിമൃഗങ്ങളെ വിറ്റതുകൊണ്ടോ അല്ല ക്രിസ്തു പ്രതികരിക്കുന്നത്. എന്നാൽ അവർ അത് ചെയ്ത സ്ഥലം തെറ്റായിപ്പോയി എന്നതാണ്. പ്രാർത്ഥനയ്ക്കുള്ള ഇടത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റി. ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കാതെ പോയി. ക്രിസ്തു അശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തെ ശുദ്ധീകരിച്ച് പ്രാർത്ഥനയുടെ ഇടമാക്കി മാറ്റുകയാണ്. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഈ വചനഭാഗത്തിന് വേറെ അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമതായി, യേശു അവരെയെല്ലാം ആടുമാടുകളോടും കാളകളോടും കൂടെ പുറത്താക്കി. പ്രാവുകളെ വിൽക്കുന്നവരോട് പറഞ്ഞു, ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോവുക. ഇതിൻ്റെ അർത്ഥം ഇതാണ്: പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്ന പെസഹ തിരുനാളിലാണ് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത്. അവൻ്റെ പ്രവൃത്തി സൂചിപ്പിക്കുകയാണ്, ഇനി മുതൽ ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളല്ല പാപമോചനം നൽകുന്നത്. പെസഹ കുഞ്ഞാടായ എൻ്റെ രക്തമാണ്. സ്നാപയോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയ പെസഹ കുഞ്ഞാട് ഞാനാണ്. എൻ്റെ രക്തത്തിലൂടെ വിശുദ്ധമായ സ്ഥലത്ത് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. രണ്ടാമതായി, ക്രിസ്തു അവരോട് പറയുകയാണ്, ദേവാലയം നശിപ്പിക്കുക 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. യേശു പഠിപ്പിക്കുകയാണ്,
ഇനി മുതൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടം കല്ലും മണ്ണും വിശിഷ്ട ലോഹങ്ങൾ കൊണ്ട് പണിത ഈ ദേവാലയമല്ല, എൻ്റെ ശരീരമാണ്. മരിച്ച് ഉദ്ധാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശരീരം ദൈവമനുഷ്യ സംഗമത്തിൻ്റെ പുതിയ ദേവാലയമായി മാറുകയാണ്. ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധീകരിക്കാനുള്ള സമയമാണ് തപസ്സുകാലം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധിക്ക് വിരുദ്ധമായതെല്ലാം ശുദ്ധീകരിക്കണം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പരിശുദ്ധിയോടെ ഇത് പരിപാലിക്കുക. ദേവാലയം പ്രാർത്ഥനയുടെ ഇടമാണ്. കച്ചവടം പുറത്താണ്, അല്ലാതെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ അല്ല. കച്ചവട മനോഭാവത്തോടെ ലാഭം ഉണ്ടാക്കുന്ന ഇടമായി ദേവാലയത്തെ സമീപിക്കരുത്. ഈ നോമ്പ് കാലത്ത് ദേവാലയത്തെയും ദേവാലയ തിരുക്കർമ്മങ്ങളെയും അതീവ ഗൗരവത്തോടെ സമീപിക്കുക. ദൈവം വസിക്കുന്ന ഇടത്തെ വിശുദ്ധമായി പരിപാലിക്കുക. ഈ വിശുദ്ധ നോമ്പാചരണത്തിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.